പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം നടത്തും. തമിഴ്നാട് മുൻ BJP അധ്യക്ഷൻ അണ്ണാമലൈ ഉദ്ഘാടനം നിർവഹിക്കും. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഭക്തസംഘടന, സാമുദായിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുക്കും. TV പ്രസാദും പ്രവീൺ പുരുഷോത്തമനും ചേരുന്നുണ്ട്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. പ്രവീൺ പുരുഷോത്തമൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ശബരിമല കർമ്മസമിതിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയം നമ്മളതിൽ പറയേണ്ടതില്ല. പക്ഷേ എങ്കിൽ പോലും ഒരുപാട് സമുദായ സംഘടനാ നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ശബരിമല തന്ത്രി തന്നെ നേരിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കും. കണ്ഠരര് മോഹൻ പങ്കെടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ഒരുപാട് പ്രമുഖരെ ക്ഷണിച്ചിട്ടുണ്ട്. അണ്ണാമലയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക. എങ്ങനെയാണ് പ്രസാദ് ചടങ്ങൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? ഈ സംഗമത്തിൻ്റെ ലക്ഷ്യമായി സംഘാടകർ പറയുന്നത് എന്താണ്? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായുള്ള അയ്യപ്പ സംഗമമാണിത്. അതിന് ശബരിമല സംരക്ഷണ സംഗമം എന്നാണ് പേരിട്ടിരിക്കുന്നത്. എനിക്ക് പിറകിൽ കാണുന്ന ഈ വലിയ ഓഡിറ്റോറിയത്തിലാണ് ഇന്ന് വിശ്വാസികൾ കൂട്ടത്തോടെ എത്തുക എന്നാണ് ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. ഇതിൽ ഭൂരിപക്ഷം പേരും നേരത്തെ നമുക്കറിയാവുന്നതുപോലെ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിരോധം ശബരിമലയുടെ അകത്തും പുറത്തുമെല്ലാമായി ഉണ്ടാക്കിയ സംഘടനകളുടെ എല്ലാം നേതൃത്വത്തിലാണ് ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. അവരോട് പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഉദ്ഘാടന ചടങ്ങ്. അണ്ണാമലയാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം നടത്തുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറം രാവിലെ 9 മണി മുതൽ തന്നെ ശബരിമലയിലെ വികസനത്തിൽ ഊന്നിയുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. അതാണ് രാവിലത്തെ പരിപാടി. നിരവധി ആളുകൾ, 10,000-ലേറെ ആളുകൾ ഇവിടേക്ക് എത്തും എന്നാണ് സംഘാടകർ കണക്ക് കൂട്ടുന്നത്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം ഇവിടെ നടത്തി കഴിഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം തട്ടിപ്പാണെന്നും അത് വിശ്വാസികൾക്കെതിരായ സർക്കാരിൻ്റെ നീക്കമാണെന്നുമായിരുന്നു ശബരിമല കർമ്മസമിതിയുടെ നേരത്തെ ഉണ്ടായ നിലപാട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനൊരു പരിപാടി ഇവിടെ വിളിച്ചു ചേർക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഭൂരിപക്ഷവും മുഴുവൻ ആളുകളും വിശ്വാസികളായിരിക്കും. വിശ്വാസത്തോടൊപ്പം വികസനം എന്നുള്ളതാണ് പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല വിശ്വാസികളെ ഇവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി രാവിലെ മുതൽ തന്നെ ഈ ഭാഗത്തേക്ക് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസം, ആ വിശ്വാസത്തെ അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് യഥാർത്ഥ വിശ്വാസികളെ അണിനിരത്തും എന്നുള്ളതാണ് സംഘാടകർ പറയുന്നത്. എന്തായാലും ആൾക്കൂട്ടം കൂടുതൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്.